എല്ലാവർക്കും വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിംഗിൽ ഈ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ അല്പനേരം ഒന്ന് മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് സംസാരം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. എന്തായാലും എല്ലാവർക്കും വൺസ് അഗെയിൻ വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. ഒരുപാട് ആളുകൾ ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടു. എന്തായാലും ഇന്ന് ഈ മോർണിംഗ് മീറ്റിംഗിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയം ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാകണമെന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. സാറിനെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സതി എന്നാണ്. ചങ്ങരംകുളം മൂക്കുതലയാണ് എൻ്റെ സ്വദേശം. ഹസ്ബൻഡിന്റെ വീടാണ് അവിടെ. ഒരു വലിയൊരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ഒരു എടുത്തു പറയാൻ മാത്രമുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും വന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഞാന് ഒരു സാധാരണ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് റേഡിയേഷൻ ടെക്നോളജി ആയിരുന്നു. ആ ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, എല്ലാ സ്ത്രീകൾക്കും പലപ്പോഴും ജീവിത സാഹചര്യങ്ങളും മാറുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ എനിക്കും കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇൻചാർജായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നിരുന്നത്. ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലി എനിക്ക് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പൊ വരുമാനം കയ്യിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചാല് അവർക്ക് അറിയാൻ സാധിക്കും, കയ്യിൽ നിറയെ കാശുണ്ടായിട്ട് പെട്ടെന്ന് കാശില്ലാതാവുമ്പോഴുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതെനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു സാഹചര്യം അത്ര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരധിക വരുമാനം, എക്സ്ട്രാ ഇൻകം, കുട്ടികളെ നോക്കി ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു വരുമാനം വേണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഞാൻ പലപ്പോഴും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു IRDAയുടെ ലൈസൻസ് എടുത്ത് സാറ് പറഞ്ഞതുപോലെ ഒരു LIC ഏജന്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ജോലിയിലൂടെ എനിക്കൊരു മാസം ഒരു 25,000 27,000 രൂപയൊക്കെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോഴേക്ക് ഓടി എത്തണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വരുമാനം നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് വലിയ വരുമാനത്തിൽ എത്താൻ ഒരുപാട് അധ്വാനം വേണമെന്നും മനസ്സിലായി. അപ്പൊ ഒരു അധിക വരുമാനം അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട്, ഓമന ചാക്കോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്, അവരിങ്ങനെ GTS ഹാളിലോ ഹോം മീറ്റിങ്ങിലോ ഒന്നും അല്ല, ഒരു ദിവസം LICയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നടു റോട്ടിൽ നട്ടുച്ചയ്ക്ക് വെച്ചിട്ടാണ് അവരെനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തന്നത്. അവര് പറഞ്ഞത് ഇത്ര മാത്രമാണ്. അതായത് നമുക്ക് LIC വർക്കിന് പോകുമ്പോൾ പ്രൊഡക്റ്റ് വിറ്റ പെട്രോൾ അടിക്കാനുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ പല ആളുകളുടെ അടുത്തും ബിസിനസ് പറയുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ പല രീതിയിലാവാം പറയുക. അപ്പൊ നമ്മൾ പറയുന്നതിലുള്ള പോരായ്മകൾ കൊണ്ട് പല ആളുകളും നമ്മുടെ കൂടെ ബിസിനസ്സിൽ നിൽക്കാറില്ല. നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ എത്ര ആളുകളുടെ അടുത്ത് പറഞ്ഞു, പക്ഷെ ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അതൊരിക്കലും അവരുടെ തെറ്റുകൊണ്ടായിരിക്കില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തുടക്കത്തിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറയുന്ന രീതി ശരിയാവാത്തത് കൊണ്ട് പല ആളുകളും നമ്മുടെ കൂടെ നിൽക്കാറില്ല. അതേ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനും അന്ന്. എനിക്കൊരു പെട്രോൾ അടിക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്റ്റുകൾ കൊണ്ടുനടന്ന് വിൽക്കണം എന്ന് പറയുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ പല തവണ വിളിച്ചപ്പോൾ, എൻ്റെ ഒരു സുഹൃത്തല്ലേ, ആരെയും അങ്ങനെ തള്ളി കളയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് NTCയുടെ നൗഷാദ് സാറിനെ കാണാൻ ഞാൻ ഈ ഒരു അദ്ദേഹത്തിന്റെ ലാബിൽ പോണത്. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം നമ്മുടെ പ്ലാൻ ബുക്ക് വെച്ചിട്ട് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതും, ഇതിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാന്നുള്ളതും, ഒറ്റയ്ക്ക് പണിയെടുത്താൽ നമുക്ക് വലിയ നേട്ടങ്ങളിൽ എത്താൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് അദ്ദേഹമാണ്. പല ആളുകളും പറയാറുണ്ട്, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ബിസിനസ്സിൽ വന്നു, നോമിനേഷൻ ഫെസിലിറ്റി കണ്ടിട്ട് ബിസിനസ്സിൽ വന്നു. ഞാൻ ഇതൊന്നും കണ്ടു വന്ന ആളല്ല. എനിക്ക് ഈ ഒരു പുസ്തകം കണ്ടപ്പോഴാണ് എംപ്ലോയി സെൽഫ് എംപ്ലോയി, അന്നത്തെ പുസ്തകത്തിൽ ആ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, ഇന്നത്തെ GTSൽ അതില്ല. അതുപോലെ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു പേജ്, ആ ഒരു തിരിച്ചറിവ് ആ ഒരു പുസ്തകത്തിൽ ആ ഒരു പേജ് കണ്ടപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. ആ ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങി നിന്നിട്ടുള്ളത്.
അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ്സിലാണ് എനിക്ക് ഒരുപാട് സമയ പരിമിതി ഉണ്ടായിരുന്നു. കുട്ടികൾ കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒരു LIC ഏജൻസി ഉള്ള ഒരു വ്യക്തിക്ക് ആ ജോലി പെട്ടെന്ന് നിർത്തിവെക്കാൻ പറ്റില്ല. അതൊരു വർഷങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ കിട്ടുന്ന സമയം മാത്രമാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടക്കത്തിൽ ചെയ്തിരുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനും ഞാൻ തയ്യാറായി എന്നുള്ളതാ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഭർത്താക്കന്മാരെയും പോലെ എൻ്റെ ഭർത്താവും പറഞ്ഞു, നീ പഠിച്ചതല്ലേ, നിനക്ക് ഇനി ഒരു വേറെ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾ വലുതായില്ലേ, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ, ഇനി എന്തിനാണ് ഈ പ്രൊഡക്റ്റുകളെ ബിസിനസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഈ ബിസിനസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഒരു ബിസിനസ് ചെയ്യാൻ സമ്മതിക്കാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, ഇത് നല്ല വരുമാനം കിട്ടുന്ന ഒരു മാർഗമാണ്, നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 30,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഈ ബിസിനസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ആദ്യത്തെ RTPക്ക് അന്ന് RTPക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊച്ചി റവേറ സൂട്ടിൽ വെച്ചിട്ടാണ് RTP നടന്നിരുന്നത്. ആ ഒരു RTPയിൽ 2,500 രൂപയാണ് എൻട്രി ഫീസ് ഉണ്ടായിരുന്നത്. ഞാൻ ആ 2,500 രൂപ കൊടുത്ത് ഒറ്റയ്ക്ക്, അന്ന് എനിക്ക് അത്ര ഒരു ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഒരു ഹസ്ബൻഡിന് 2 കുട്ടികളെ ഒരു 2,500 രൂപയ്ക്ക് പകരം 10,000 രൂപ ചെലവിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ RTP അറ്റൻഡ് ചെയ്തത്. അതൊക്കെ ഞാൻ ഈ ഒരു ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു 4ഓളം RTP ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഹസ്ബൻഡ് ചോദിക്കും, എത്ര രൂപയാണ് ഫീസ്? അപ്പൊ എനിക്ക് നുണ പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യത്തെ RTPക്ക് 10,000 രൂപ എന്ന് പറഞ്ഞ ഒരിക്കലും അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹത്തിനോട് നുണ പറയാനും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയും, എനിക്ക് 2,500 രൂപ കൊടുക്കണം, ബാക്കിയുള്ള നിങ്ങൾക്കൊക്കെ ഫുഡിന്റെ പൈസ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഫുഡിന് കുറച്ച് പൈസയല്ലേ വേണ്ടിവരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ വന്നത്. പക്ഷെ അവിടുത്തെ ഫുഡൊക്കെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, ഇവിടെ ഫുഡിനൊക്കെ എത്ര രൂപയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4ഓളം RTP ഫാമിലിയോടൊപ്പം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എൻ്റെ കുട്ടികളും എൻ്റെ ഭർത്താവുമാണ് ഇന്ന് എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് പറയാൻ കാരണം, പല ആളുകളും RTPകളോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളോ അറ്റൻഡ് ചെയ്യാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസയുടെ ചെലവോ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടുകളോ നിങ്ങൾ ഒരിക്കലും കണക്കിലെടുക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ വലിയൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം നിങ്ങൾ അതിനെ കാണാൻ. അങ്ങനെ 4 RTP ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഇപ്പൊ 16ഓ 17ഓ RTP ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഈ ബിസിനസ്സിനെ പഠിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിസിനസ് പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്സാ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രോഗ്രാമുകളാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പല ആളുകളും പ്രോഗ്രാമുകൾക്ക് വിളിക്കുമ്പോൾ അതുപോലെ ബിസിനസ്സിന് വിളിക്കുമ്പോൾ ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ എൻ്റെ ടീമിലുള്ള ആളുകൾ പോലെ എന്നോട് പറയാറുണ്ട്. പലപ്പോഴും ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വരും. പക്ഷെ അത് വലിയൊരു എക്സ്ക്യൂസ് ആയിട്ട് അത് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ പോരായ്മകളിൽ നിന്നായിരിക്കും ഞാൻ ചിലപ്പോൾ ബിസിനസ്സിൽ വരുന്നുണ്ടാവുക. എനിക്കിപ്പോഴും അറിയാം, ഞാൻ ഇപ്പൊ എൻ്റെ കൂടെ എൻ്റെ പ്രായമായ അമ്മയുണ്ട്. അമ്മയ്ക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. വിട്ടു നിൽക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും ഏത് പ്രയാസങ്ങളെയും നമ്മൾ, ഏത് പ്രതിസന്ധികളെയും നമ്മൾ അവസരങ്ങളായി കണ്ടു തുടങ്ങിയ നമുക്ക് ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് ഈ ബിസിനസ്സിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് എൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം, ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇരുട്ട് കണ്ടാലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇരുട്ടിൽ ഇറങ്ങാൻ പേടി. ഒരു 7 മണി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കുള്ള വീടായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിലുള്ള ഒരു ആളുടെ വീട്ടിലെ ഏട്ടൻ്റെ വീട്ടിലാണ് പോയിരിക്കുക. എൻ്റെ ഹസ്ബൻഡ് വന്നാൽ മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. അതുപോലെ ഒരു 7 മണിയായ ഇരുട്ട് കണ്ടാൽ എനിക്ക് പേടിയാണ്. എനിക്ക് ആളുകളെ ഒന്നും അത്ര പേടിയില്ല, പക്ഷെ ഇരുട്ടാണ് എനിക്ക് പേടി. അങ്ങനെയുള്ള ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്ന ശേഷം 9 മണി 10 മണി വരെ സ്കൂട്ടി ഓടിച്ചിട്ട് വർക്ക് എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്ന ശേഷം കിട്ടി.
അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഞാനിപ്പോ ഒറ്റയ്ക്ക് ചെന്നൈയിൽ പോയിട്ട് മാസം 1-2 തവണ അവിടെ ഒരു ചെറിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും അവിടെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഒരു 6-7 ഐഡിയ അടിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു തരത്തിലൊക്കെ നമ്മളെ പേഴ്സണാലിറ്റി നമ്മുടെ കഴിവും വളർത്തിയെടുക്കാന് എനിക്ക് സാധിച്ചു എന്നുള്ളതാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭാഷയൊന്നും അറിയില്ല, തമിഴൊന്നും അറിയില്ല, മലയാളം അല്ലാതെ ഒരു ഭാഷ എനിക്ക് അറിയില്ല. അങ്ങനെയുള്ള ഞാന് കുറച്ച് അവരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ തമിഴ് കേട്ടാൽ മനസ്സിലാവുന്ന തരത്തിലൊക്കെ എനിക്ക് മാറാൻ സാധിച്ചു. അവിടെ വലിയ ടീമൊന്നും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മലയാളികളെക്കാൾ കൂടുതൽ അവര് അവിടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടേക്ക് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മാസം 2 തവണ ഞാൻ പോവുകയും അവിടെ കുറെ ആളുകൾക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ റീറ്റെയിലിംഗ് ഒക്കെ നന്നായിട്ട് നടത്താൻ അവിടെ പറ്റുന്നുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഭാഷ അറിയാത്ത വിഷയങ്ങള്, അതുപോലെ തന്നെ അവിടെ ഒരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനൊക്കെ സേഫായ ഇടം കണ്ടെത്താനും അതുപോലെ തന്നെ ഭാഷ കുറച്ചൊക്കെ പഠിച്ചെടുക്കാനും അങ്ങനെയൊക്കെ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ എടുക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു തമിഴ് പോലും കേട്ട് മനസ്സിലാകാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഇപ്പൊ പ്രോഗ്രാമില് ഈ നമുക്ക് ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പ്രവീൺ ചന്ദ്ര സാറ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മുന്നേ ആയിരുന്നെങ്കിൽ ഒരു തമിഴ് സംസാരിക്കുന്ന ആളുകളെ കണ്ടാൽ എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ പോയി ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് തമിഴ് പഠിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്ക് വന്ന സന്തോഷം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ അങ്ങനെ തമിഴിലൊക്കെ ഒരു ലീഡറൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു ബിസിനസ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ആളുകളെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് ആളുകളെ ഇതിൽ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബിസിനസ് വിജയിക്കുമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മള് പല സ്ത്രീകളും രാവിലത്തെ തിരക്കുകളൊക്കെ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ ബിസിനസ് നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഏത് പ്രതിസന്ധികളെയും നമ്മൾ ഓരോരുത്തരും അവസരങ്ങളായി കണ്ടുകൊണ്ട് മാക്സിമം സമയം ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ ലൈഫ് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ലൈഫും സേഫ് ആക്കാൻ നമ്മളെ സഹായിക്കും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ ഉപയോഗപ്പെടുത്തുക, എല്ലാവരും നല്ല രീതിയിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടീമില് നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വലിയ മോട്ടിവേഷൻ ഒന്നും ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെ ഞാൻ എന്റെ ടീമിലൊക്കെ ഒരുപാട് ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട്, പക്ഷെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പല ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കാൻ പല ആളുകൾക്കും സാധിക്കാറില്ല. എല്ലാവരുടെയും പ്രശ്നം അതാണ്. മാഡം വർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആളുകൾ പൈസ തരുന്നില്ലേ, പിന്നെ തരാം എന്ന് പറയുന്നു. സെയിൽസ് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാവുന്ന ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്റെ തുടക്ക സമയത്തൊക്കെ ഞാൻ ഈ ഒരു ബിസിനസ് എനിക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ ഒരു ലീഡറെ വിളിച്ചു പോയ കാര്യം എനിക്ക് ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫോളോ അപ്പ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. നമ്മള് ഹോം മീറ്റിങ്ങിന് ലീഡറെ വിളിക്കും, ബാക്കിയുള്ള ആളുകളെ നമ്മൾ നേരിട്ട് പോയി കണ്ട് ഫോളോ അപ്പ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ തുടക്കക്കാര് ഒറ്റയ്ക്ക് പോയിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരു വർക്ക് കൊടുത്ത് അത് നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ശരിക്കും ഈ ബിസിനസ്സിൽ നമ്മൾ ഫോളോ അപ്പിന് പോകുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പല ആളുകൾക്കും നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ബിസിനസ്സിൽ ആദ്യം നമ്മൾ
വർക്ക് കൊടുക്കുന്നതൊക്കെ തൊട്ടടുത്ത റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ആയിരിക്കും. അവരൊരു പക്ഷേ നമ്മുടെ ഈ ഒരു ബിസിനസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിട്ടോ ഒന്നും അവര് ബിസിനസ്സിക്ക് വരിക. നമ്മൾ എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളുന്ന കുറെ ആളുകള് അവരുടെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് പറയുമ്പോൾ ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്നത് അവര് നമ്മളെ കണ്ടുകൊണ്ടാണ്. പിന്നീടാണ് അവർ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലായത്. ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ബിസിനസ്, അവൾ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഈ ബിസിനസ് കേൾക്കാൻ പോയത്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ പല ആളുകളും ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ലോസ് കോണ്ടാക്റ്റുകളാണ് നമുക്ക് എപ്പോഴും സെയിൽസ് ക്ലോസ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അപ്പൊ നമ്മൾ തന്നെ 100 ആളെ 1000 ആളെ പിടിക്കാൻ പോകുന്നതിന് പകരം നമ്മൾ ഒരു 2 പേരെ പേഴ്സണൽ ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 പേരുണ്ടാവും. അവരിലേക്ക് നിങ്ങൾ ഈ ബിസിനസ് ആദ്യം എത്തിക്കുക. പിന്നെ ഈ 10 പേരിൽ നിന്നും അവരുടെ ക്ലോസ് കോണ്ടാക്റ്റുകൾ 10 പേരുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്താൽ നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പലരും പല രീതിയിലൂടെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയാം. നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ എന്നും മാക്സി ഇട്ടിട്ടോ അല്ലെങ്കിൽ ലുങ്കിമുണ്ട് എടുത്തിട്ടൊക്കെ പോകുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഈ ബിസിനസിന്റെ കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് തന്നെ വേണം ബിസിനസ് സംസാരിക്കാൻ പോവാന്. ഫോളോ അപ്പിനും അതുപോലെ തന്നെ പോകുമ്പോൾ നമ്മൾ ഒരു അപ്ലൈ ലീഡറിന്റെ കൂടെ 1 2 ലീഡേഴ്സ് ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. പോകുമ്പോൾ വളരെ മാന്യമായിട്ട് നമ്മൾ പോകണം. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഫോളോ അപ്പിന് പോകുമ്പോൾ കാലത്ത് 7 മണി മുതൽ 9 മണി വരെയാണ് സമയം നല്ലത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു 7 മണിക്ക് 9 മണിക്കുള്ള ബെനിഫിറ്റ്? അതായത് ആ ഒരു സമയത്ത് എല്ലാ ആളുകളുടെയും മൈൻഡ് ഫ്രീ ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഓരോരോ ടെൻഷനുകൾ കയറിയിട്ട് അവിടെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ അവരുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ കാലത്തുള്ള ഫോളോ അപ്പ് ഒരുപാട് റിസൾട്ട്, ഞാൻ ഒരുപാട് തവണ അങ്ങനെ പോയിട്ടുണ്ട്. 5 മണിക്ക് നീറ്റിട്ടൊക്കെ പോയ ചരിത്രങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഈ കാലത്തെ ഫോളോ അപ്പ് നമുക്ക് 75% എങ്കിലും നമുക്ക് അത് സക്സസ് ഉണ്ടാക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു സമയത്ത് ചോദിച്ചപ്പോ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചോദിച്ചു, ഒരു ഗസ്റ്റ് ആയി പോയ സമയത്ത് ചോദിച്ചു, മാഡം ആ ഒരു സമയത്ത് സ്ത്രീകളൊക്കെ നല്ല തിരക്കിലാവില്ലേ, അവരൊക്കെ ഇത് കേൾക്കാൻ നിൽക്കുവോ, നമുക്ക് സമയം തരുമോ? ഞാനൊരു കാര്യം പറയാം, അവര് ആ ചോദിച്ച സംശയം ഞാൻ മറുപടി പറഞ്ഞത് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ഈ ബിസിനസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അത് കൂടാതെ ഇനിയിപ്പോ നമ്മൾ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണോ ബിസിനസ്സിന് പോണത്? അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ ഫാമിലിയെ ഈ ബിസിനസ് മനസ്സിലാക്കാൻ 4ഓളം ആർട്ടിപ്പിൽ ഞാൻ ഫാമിലിയോടൊപ്പമാണ് പോയി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ബിസിനസ് ഒരു കുറച്ചു കാലം ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് അവരുടെ ഫാമിലി കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാലത്ത് പോയാലാണ് വീട്ടിലെ പുരുഷന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ കാലത്ത് പോവാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മളൊരു ലീഡറിന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ പലരും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പോവാറുണ്ട്. നമ്മൾ പോകുമ്പോൾ പല വീട്ടിലേക്കും കയറി ചെല്ലുമ്പോൾ നമുക്ക് മടി ഉണ്ടാവും. അപ്പൊ ലീഡർ അല്ല ആദ്യം പോകേണ്ടത്, നമ്മളാണ് ആദ്യം പോകേണ്ടത്. അദ്ദേഹം NTC ലീഡറോ ITC ലീഡറോ ഡയമണ്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളാണ് കയറണം. കാരണം നമ്മളെ കണ്ടുകൊണ്ടാണ് അവര് ബിസിനസ്സിലേക്ക് കയറി വരുന്നത്. അവിടെ ചെന്നിട്ട് ചെറിയ നിസ്സാര കാര്യങ്ങളാണ്, ഇതൊരു ലീഡർ പറയേണ്ട കാര്യമൊന്നുമല്ല. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ചിലപ്പോൾ പ്രായമായ ആളുകൾ ഉണ്ടാവാം, ചിലപ്പോ വീട്ടിലെ കാരണവരുണ്ടാവാം. പ്രായമായ ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കും വീട് നിയന്ത്രിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അവർക്കൊരു പരിഗണന കൊടുത്ത് അവരുടെ മുന്നിൽ മര്യാദയോടുകൂടി പെരുമാറാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയാനുള്ള കാര്യം, ഞാനൊരു വീട്ടിലേക്ക് ഫോളോ അപ്പിന് പോയപ്പോ അവരുടെ മരുമകളെ ടീച്ചറാണ്, അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ പെരുമാറ്റം കണ്ടിട്ട് ആ ടീച്ചർ സമയത്തിന് ബിസിനസ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷെ അവരുടെ അമ്മ 60 വയസ്സുള്ള അവരുടെ അമ്മ രാധ ചേച്ചി എന്ന് പറയുന്ന ലേഡി ഇന്ന് എന്റെ റൂബി ലീഡറാണ്. കാരണം എന്താ വെച്ചാൽ അവര് പറഞ്ഞ ഒരൊറ്റ കാര്യം, എനിക്ക് ബിസിനസ് ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ ആ കുട്ടിയുടെ കൂടെ എനിക്ക് ബിസിനസ് ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഐഡിയ അടിച്ചു. അവരുടെ ഫാമിലിയിൽ നിന്ന് 4-5 ആളുകൾ വേറെ ഐഡിയ അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ നമ്മളെ കൂടെ നിൽക്കാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലീഡറുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കരുത്.
നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ വേണം. പ്രത്യേകിച്ച് ചെറിയൊരു ബാഗ് വേണം. ആ ഒരു ബാഗിൽ നമ്മൾ നിർബന്ധമായിട്ടും കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഒരു ലിസ്റ്റ് ബുക്ക് നമ്മൾ കരുതണം. ഈ ലിസ്റ്റ് ബുക്ക് വെച്ച് സംസാരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫയല് വേണം. ഈ ഫയലിൽ നമ്മൾ അപ്ലിക്കേഷൻ ഫോം വേണം, ഓർഡർ ഫോം വേണം, സ്ക്രിപ്റ്റ് പാഡ് വേണം, പേന നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ ബുക്ക്, നമ്മുടെ നിയമത്തിന്റെ ലോ ബുക്ക് ഉണ്ടെങ്കിൽ അത് എന്തായാലും വേണം. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഈ കമ്പനിയുടെ വരുമാനം കൊടുക്കുന്നു എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാവരുടെയും കയ്യിൽ വേണം. ഇത് ലീഡേഴ്സിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പല ആളുകളും കരുതി വെക്കാറ്. ഇതിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടതാണ് എന്ത്? നമ്മുടെ 450 രൂപ വരുമാനം കിട്ടിയതായിക്കോട്ടെ, ഏറ്റവും ചെറിയ വരുമാനം ആയാൽ പോലും നമുക്ക് കിട്ടിയ ഒരു വൈറ്റ് മണി, കിട്ടിയ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2,10,000 വാങ്ങിച്ച ആ ലീഡറുടെ സ്റ്റേറ്റ്മെന്റിനെക്കാട്ടും ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ആ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ വേണം. ഇത് കാണുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സിരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യില് ഓരോ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇതൊക്കെ പറയുമ്പോൾ തുടക്കക്കാരായ ആളുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിക്കാം അയ്യോ ഇതൊക്കെ ഒരുപാട് പൈസ ആവില്ലാന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയൊരു ബാഗും ഇതെല്ലാം വളരെ തുച്ഛമായ ഒരു 150-200 രൂപ കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത് ഓരോ ലീഡേഴ്സിന്റെ കയ്യിലും നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ലീഡറെ നമ്മൾ തന്നെ പരിചയപ്പെടുത്തണം. ഇദ്ദേഹം ഇന്ന സ്ഥലത്തുള്ള ആളാണ്. അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്താനുള്ള ഒരു മനസ്സ് നമ്മൾ ആദ്യം കാണിക്കുക. അല്ലാതെ നമ്മൾ അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ അവിടെ നിർത്തുന്ന ഒരു രീതിയൊന്നും നമ്മൾ ഒരിക്കലും പാടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി എങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹം എങ്ങനത്തെ ലീഡർ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ പരിചയപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ ലീഡർ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാത്രം ചെയ്താൽ മതി. എന്താണ്? ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് അവരുടെ കയ്യിൽ പിടിച്ചിട്ടോ തോളിൽ തട്ടിയോ നമുക്ക് അവർക്കൊരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സെയിൽസ് നമുക്ക് ഒരു 50% ക്ലോസ് ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷെ അവരുടെ കയ്യിൽ അപ്പൊ പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സെയിൽസ് എല്ലാം നമുക്ക് ക്ലോസ് ആക്കി എടുക്കാൻ പറ്റും. ഇനി ചില ആളുകൾ ഉണ്ടാവും നമ്മൾ പോയാൽ തർക്കിച്ച് ജയിക്കാൻ വേണ്ടി. അവര് നമ്മളെക്കാൾ കഴിവുള്ള ആളുകളായിരിക്കാം, നമ്മളെക്കാൾ ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം, സാമ്പത്തിക ശേഷിയുള്ള ആളുകളായിരിക്കാം. ഒരു പക്ഷെ അവർ ഒറ്റയടിക്ക് നമ്മൾ പറയുന്നതൊന്നും സമ്മതിച്ച് തന്നോളണമെന്നില്ല. പലതരം ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ ഒരിക്കലും നമ്മള് അവിടെ ചെല്ലുമ്പോ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് എപ്പോഴും അറിയാം നമ്മളൊരു പോണത് തർക്കിച്ച് ജയിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അഹങ്കാരം കാണിക്കാനോ ഒന്നല്ല. നമ്മൾ പോണത് സെയിൽസ് ക്ലോസ് ചെയ്യാനാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വേണം. അതുപോലെ ചില ആളുകൾ സംസാരപ്രിയരായിരിക്കാം. അവരെന്ത് ചെയ്യും? നമ്മൾ പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ ആ വിഷയത്തിലേക്ക് മാറും. ചില ആളുകൾ, സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുടുംബശ്രീ ആവും, അല്ലെങ്കിൽ തൊഴിലുറപ്പാവും, അല്ലെങ്കിൽ വേറെ വല്ല സ്കൂളിലെ കാര്യങ്ങളാവും. ഇങ്ങനെ വിഷയത്തിൽ നിന്ന് മാറി മാറി പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഫോളോ അപ്പിന് പോകുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ അപ്പൊ അവരോട് നമ്മൾ നേരിട്ട് പറയരുത് അയ്യോ ആ വിഷയം അവിടെ നിർത്ത്, നമുക്ക് ബിസിനസ് പറയാന്ന് ഒരിക്കലും പറയല്ല. നമ്മള് ബുദ്ധിപൂർവം എങ്ങനെ വേണം അവരെ ബിസിനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതിന് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മൈൻഡ് എല്ലാം അവിടെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുള്ളൂ. അവരെ ബിസിനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അവര് പല വിഷയത്തിലേക്ക് പോകും. പക്ഷെ നമ്മുടെ ഉള്ളിലാണ് വേണ്ടത് എന്താണ്? ഈ സെയിൽസ് ഇവിടെ ക്ലോസ് ചെയ്യണം എന്നുള്ള ബോധം വേണ്ടത്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് ബിസിനസ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ സൈന് നമുക്ക് കൃത്യമായിട്ടും കിട്ടും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ചോദിക്കും ഇതില് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചോദിക്കും ഇതിൽ പൈസ ഇറക്കേണ്ടതുണ്ടാ, അല്ലെങ്കിൽ ചോദിക്കും ഇതിലെങ്ങനെ വരുമാനം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് ഈ ബിസിനസ് അവരുടെ മനസ്സിലേക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്ത ചെറിയ രീതിയിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈന് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചോദ്യങ്ങളായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വന്നാ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആ സമയത്ത് പിന്നെ നമ്മൾ അവിടെ വലിയ കാര്യം കവിതയൊന്നും പറയരുത്. നമ്മുടെ നിയമങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേറെ കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും പിന്നെ നമ്മൾ പറയാൻ നിൽക്കരുത്.
ആർട്ടിസ്റ്റ് സക്സസ് അക്കാദമിനെ കുറിച്ചിട്ടോ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. പിന്നീട് എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റ് അവരുടെ കയ്യിൽ നിന്ന് വന്നാൽ നമ്മൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമുക്ക് പറയാം, അതിനെന്ത് സാറേ, ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്ലിക്കേഷൻ ഫോം എടുത്ത് ഉടനടി അത് ഫില്ലപ്പ് ചെയ്ത് അവരെ കൊണ്ട് ഒപ്പ് വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം. അതാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സൈന് വന്നാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് സെയിൽസ് ക്ലോസിങ്ങിലേക്കാണ് മാറേണ്ടത്. പിന്നെ നമ്മൾ അത് മനസ്സിലാക്കാതെ കഥയും കവിതയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു പോക്കിനും അടുത്ത പോക്കിനും ഒന്നും നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അവരോട് ബാർഗെയിൻ ചെയ്യരുത്. എന്ത് കാര്യത്തിനും നമ്മൾ അവർ പറയുമ്പോൾ തെറ്റായിരിക്കാം, നമുക്ക് ഉൾക്കൊള്ളാത്ത പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് പക്ഷെ നമ്മൾ ഒരു പക്ഷെ അതിനെ പ്രതികരിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനില്ലാതെ വേണമെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അവർക്ക് പിന്നെ ചില ഈഗോ ഉള്ള ആളുകൾ ആദ്യം അവർ വലിയ ആളാണെന്ന് തോന്നും. പക്ഷെ നമ്മുടെ നോളജ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരൊരു പക്ഷേ നമ്മുടെ തലത്തിലേക്ക് വരും. അവര് വലിയ ആള് എന്നുള്ള ചിന്തയിൽ നിന്നും നമ്മളോടൊപ്പം ഇറങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ എത്തും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ചില സമയത്ത് അത് പിന്നെ ആലോചിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മളെ ഒഴിവാക്കി വിടും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇറങ്ങി വരുമ്പോ ഒരിക്കലും ആ ഒരു സെയിൽസ് അവരെ ഉപേക്ഷിച്ച് വരുന്ന തരത്തിൽ നമ്മൾ വരരുത്. കുറച്ചു നേരം കൂടി നമ്മൾ സൗഹൃദത്തിൽ സംസാരിച്ചിട്ട് സാർ ആലോചിക്കൂ, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് പിന്നീട് കയറി ചെല്ലാൻ പറ്റുന്ന തരത്തില് ഒരു സാഹചര്യം അവിടെ ഇട്ടിട്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ക്ലോസിങ് എന്നുള്ള ഒരു സെക്ഷൻ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും സെയിൽസ് ക്ലോസ് ചെയ്യാനും ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പൊ നമ്മുടെ കമ്പനി നമുക്ക് ഒരുപാട് ഓഫറുകളൊക്കെ തരുന്നുണ്ട്. ഇപ്പൊ ZTC ആയ ലീഡേഴ്സിനൊക്കെ TDF ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ കാര്യമാണ്. അപ്പൊ ഇതിൽ തുടക്കക്കാരായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് വലിയ ഒരു 15 ലക്ഷം മാച്ചിങ് ബിസിനസ് ഫോളി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി തരുന്ന എല്ലാ വരുമാനവും വാങ്ങിയെടുത്തിട്ട് നമ്മുടെ ലൈഫ് സെറ്റിലാക്കാനും നമ്മുടെ കുടുംബം ഭദ്രമാക്കാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കാനും വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിക്ക് ഇന്ന് ഈ ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ് എന്റെ ലൈഫായിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഞാനിപ്പോ ആദ്യമൊക്കെ ഞാനൊരു ഗസ്റ്റ് ആയിട്ടൊക്കെ എന്നെ വിളിക്കുമ്പോൾ അങ്ങനെ പോവാറൊന്നുമില്ലായിരുന്നു. കാരണം വേറെ ടീമിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഒരു ബിസിനസ്സിൽ STC എന്ന് പറയുമ്പോൾ വലിയ റാങ്ക് ഒന്നുമല്ല. പക്ഷെ ഇപ്പോ ചിലപ്പോ ഒക്കെ ചില ടീമിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോകും. കാരണം എന്താ വെച്ചാൽ ചില ആളുകളൊക്കെ പറയും, മാഡം അത് പറഞ്ഞത് കേട്ടപ്പോ സന്തോഷമായി എന്ന് പറയുമ്പോ എല്ലാവരും സാധാരണക്കാരാണ്, നമ്മളെല്ലാവരും. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം എന്നാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ബിസിനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് ലേഡീസിനൊക്കെ ഞാനിതിൽ ആദ്യം തന്നെ മീറ്റിങ്ങിൽ കയറിയപ്പോ കണ്ടു. അപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് ആളുകൾ വീഡിയോ ഓണാക്കി തന്നെ രാവിലെയൊക്കെ ഈ ഒരു മീറ്റിങ്ങിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സെക്ഷനിൽ നിന്ന് പിൻവാങ്ങാണ്. എന്തായാലും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.